ബംഗളൂരുവിലെ ആഫ്രിക്കൻ പൗരന്മാരിൽ നിന്നും രാസലഹരിയായ MDMA കേരളത്തിലേക്ക് എത്തിക്കുന്നതിലെ പ്രധാനികൾ മലയാളികളെന്ന് കർണാടക പോലീസ്. പിടിയിലാകുന്ന 10-7 മലയാളികളും MDMA ഉപയോഗിച്ചവരാണ്. ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരെ ഇരകളായി കാണുന്ന നയമുള്ളതുകൊണ്ടാണ് കൂടുതൽ പേർ ജയിലിലാകാത്തതെന്നും ബംഗളൂരു പോലീസ് പറയുന്നു. കൊച്ചി ബംഗളൂരു ലഹരി ഇടനാഴിയുടെ വഴികൾ തേടി 24 സംഘം നടത്തിയ അന്വേഷണത്തിലേക്കാണ് ഇനി. പോലീസ് പരിശോധനയിൽ പിടികൂടുന്ന 10 മലയാളികളിൽ 7 പേരും സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചവരാണെന്നാണ് ബാംഗ്ലൂർ പോലീസിന്റെ കണ്ടെത്തൽ. ലഹരി ഉപയോഗിക്കുന്നവരെ ഇരകളായി കണക്കാക്കുന്ന നയമുള്ളതിനാൽ മാത്രമാണ് കൂടുതൽ മലയാളികൾ ജയിലിലാകാത്തതെന്നും ബാംഗ്ലൂർ പോലീസ് പറയുന്നു. ബംഗളൂരു നഗരത്തിൽ ലഹരി കച്ചവടക്കാരുടെ പ്രധാന പങ്കാളികൾ മലയാളി വിദ്യാർത്ഥികളാണെന്ന് തുറന്നു പറയുകയാണ് ബംഗളൂരു പോലീസ്. പഠിക്കാനായി ബംഗളൂരുവിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളിൽ പലരും ആരും അറിയാതെ ലഹരി കച്ചവടക്കാരുടെ ഇടനിലക്കാരാകുന്നതിന്റെ കൃത്യമായ കണക്കുകളുണ്ട് ബംഗളൂരു പോലീസിന്റെ കയ്യിൽ. ലഹരി ഉപയോഗത്തിന് പിടികൂടുന്നവരെ ഇരകളായി കണക്കാക്കുന്ന നയമുള്ള ഏക സംസ്ഥാനമാണ് കർണാടക. ആ നയം കൊണ്ടാണ് പല മലയാളി വിദ്യാർത്ഥികളും ജയിലിലാകാതെ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നതെന്ന് പറയുന്നത് ബംഗളൂരു ലഹരി വിരുദ്ധ സേനയാണ്. 10 മലയാളി വിദ്യാർത്ഥികളെ പിടികൂടുമ്പോൾ അതിൽ 7 പേരും MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചവരാണെന്നാണ് ബംഗളൂരു പോലീസ് പറയുന്നത്. പോലീസ് പിടിയിലായ പലരും പിന്നീട് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന്റെ ഇടനാഴികളായി മാറുകയാണ്. പിടിയിലാകുന്ന വിദ്യാർത്ഥികളെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു മലയാളി സമാജത്തിന് ദിനംപ്രതി എത്തുന്നത് നിരവധി കോളുകളാണ്. ഡ്രഗുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതായത് ഇവിടെ പല ആൾക്കാരും പല ചെറുപ്പക്കാരെയും കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായിട്ട് പല പാരൻസും നമ്മളെ സമീപിക്കാറുണ്ട്. അത് സാധാരണഗതിയിൽ 99% കേസുകളിലും പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരും. പക്ഷെ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കാരിയർ ആക്കുകയും അവനെ പ്ലാന്റ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുന്ന ഒരു വലിയ മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡീലർമാരെയും പോലീസും എക്സൈസും ലക്ഷ്യം വെക്കുമ്പോൾ ഇത്തരം നിരവധി കുട്ടികളിലൂടെ ഒരേ സമയം ചെറിയ അളവിൽ ലഹരി കേരളത്തിലേക്ക് ഒരുമിച്ചെത്തിക്കുകയാണ് ബംഗളൂരുവിലെ ലഹരി മാഫിയയുടെ പുതിയ തന്ത്രം. പല വിദ്യാർത്ഥികളും ബംഗളൂരുവിൽ നിന്ന് ലഹരി കച്ചവടത്തിനായി പലപ്പോഴും കൊച്ചിയിലെത്തി മടങ്ങുന്നു എന്നതും ഞെട്ടിക്കുന്ന വിവരമാണ്. ബംഗളൂരുവിലെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന ലഹരി കച്ചവടം നടക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ആഫ്രിക്കൻ ലഹരി കച്ചവടക്കാരുമായി ഒരിക്കൽ കൂട്ടിലായാൽ വലിയൊരു കുരുക്കിലാണ് പെടുന്നതെന്ന് കുട്ടികളും അറിയുന്നില്ല. ലഹരി കച്ചവടത്തിനപ്പുറം ലൈംഗിക ചൂഷണത്തിന് പോലും കുട്ടികൾ വിധേയരാകുന്നുണ്ടെന്ന് ബംഗളൂരു പോലീസ് പറയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിനപ്പുറം ലഹരി വിരിക്കുന്ന വലയിൽ വീഴുന്ന കുട്ടികൾ വലിയ വിപത്തിലേക്കാണ് ചെല്ലുന്നതെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പോലീസിന്റെ കണക്കുകൾ. ലഹരി കേസിൽ പിടിയിലാകുന്നവരെ ഇരകളായി കാണുന്ന നയം മാറിയാൽ മലയാളി വിദ്യാർത്ഥികളിൽ പലരും ജയിലിലാകുന്ന കാലം അതിവിദൂരമല്ല. അറിഞ്ഞോ അറിയാതെയോ നൈജീരിയൻ സംഘത്തിന്റെ വലയിലകപ്പെടുന്ന മലയാളി വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും പിന്നീട് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്ത് സംഘങ്ങളിലെ പ്രധാന കണ്ണികളായി മാറുന്നു. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ബംഗളൂരു പോലീസ് നിരത്തുന്നത്. കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കെത്തുന്ന മലയാളി വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും കൂടുതൽ കരുതിയിരിക്കണം, ജാഗ്രത പുലർത്തണം. ബംഗളൂരുവിൽ നിന്ന് S. ശ്യാംകുമാറിനും അരുൺ പൂപ്പർമയ്ക്കുമൊപ്പം വിഷ്ണു സുരേഷ്, 24. 24 വളരെ വിശദമായ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഈ ലഹരിക്കടത്തിൻ്റെ വഴി, അത് കേരളത്തിലേക്ക് എത്തുന്ന ഇതിനിടയിലുണ്ടാവുന്ന കണ്ണികൾ, അങ്ങനെ വളരെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണ സംഘത്തിലുള്ള വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഈ ലഹരിക്കടത്തിൻ്റെ വഴി, അതിൻ്റെ രീതികൾ, ബംഗളൂരുവിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘം, അവരുടെ വലയിലാവുന്നവരുടെ വിവരങ്ങൾ, ചില വെളിപ്പെടുത്തലുകളൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ ഈ കുട്ടികളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമൊക്കെ ഈ ലഹരിക്കടത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് എന്നുള്ള വിവരം വലിയ നടുക്കമുണ്ടാക്കുന്നതാണ്. ആ കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. എങ്ങനെയാണ് ഇവരുടെ വലയിൽ ചെന്ന് വീഴുന്നത്? അതിൽ തന്നെ ചിലരൊക്കെ ഈ ലഹരി ഉപയോഗം തുടങ്ങി പിന്നീട് ഈ കാരിയർമാരായി മാറുന്ന നിലയിലേക്കൊക്കെ വളരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണ് വിഷ്ണു?
രജിത്ത്, ആത്യന്തികമായി പണം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ ഈ ഉയർന്ന ജീവിത ശൈലിയുമൊക്കെയാണ് വിദ്യാർത്ഥികളെ ഇതിനകത്തേക്ക് പ്രേരിപ്പിക്കുന്നത്. ആദ്യം ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നീട് ഇവർ ഇത് തുടർച്ചയായി ഇതിൻ്റെ സംഘാംഗങ്ങളാകുന്നു. ആദ്യം ബാംഗ്ലൂരിൽ ചെറിയ രീതിയിലുള്ള ഈ വിപണനവും ഒക്കെ നടത്തുന്നു. അതിനുശേഷം അത് വലിയ തോതിൽ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനും അവർ തന്നെ മുൻകൈ എടുക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മലയാളി വിദ്യാർത്ഥികൾ ഇതിൽ ധാരാളമായി ഏർപ്പെടുന്നുണ്ട് എന്നാണ് ബംഗളൂരു പോലീസിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. നമ്മൾ അവിടെ എത്തി ബംഗളൂരു കമ്മീഷണർ ഓഫീസിൽ നേരിട്ട് പോയി സംസാരിച്ച് അവിടെ നിന്നുള്ള കണക്കുകളും വിവരങ്ങളും ഒക്കെ ശേഖരിച്ച ശേഷമാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 10 മലയാളികളെ പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോ ഉദ്യോഗാർത്ഥികളോ IT പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ 10 പേരെ പരിശോധിച്ചാൽ അതിൽ 7 പേർ ഈ ലഹരി ഏതെങ്കിലും തരത്തിൽ ഒന്നിലെ കഞ്ചാവ് അല്ലെങ്കിൽ MDMA പോലുള്ള ഡ്രഗുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന് അവർ പറയുന്നു. പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെ ഇരകളായാണ് ബംഗളൂരു പോലീസ് കാണുന്നത്. അവർ ഏതെങ്കിലും തരത്തിൽ ഈ വലിയ മാഫിയയുടെ കണ്ണികളായി അല്ലെങ്കിൽ അതിൽ പെട്ടുപോകുന്ന ആളുകളായി ബംഗളൂരു പോലീസ് സ്ഥിരീകരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു കരുതുന്നത്. പക്ഷേ ഇതിനപ്പുറത്ത് ചില വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ഈ കരിയർമാരായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ കേസുകളിലാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ, ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്ന ആളുകളിൽ നിന്ന് ഈ ഡ്രഗുകൾ പിടിക്കുന്ന ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ നിരവധി കേസുകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആഫ്രിക്കൻ മലയാളി നെക്സസ് ബംഗളൂരുവും കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ കൃത്യമായി തന്നെ ബംഗളൂരു പോലീസിൻ്റെയും കൊച്ചി പോലീസിൻ്റെയും പക്കൽ ഉണ്ട്. ഇത് കട്ട് ചെയ്യാനുള്ളൊരു ശ്രമമാണ് നിലവിൽ ഇരു പോലീസ് വിഭാഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കേണ്ടത്, ഈ ബംഗളൂരിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഇത്തരത്തിൽ ഈ ലഹരി മാഫിയയുടെ കണ്ണികളായി പ്രവർത്തിക്കുന്നത് എന്നല്ല പറയുന്നത്. എന്നാൽ ഒരു വിഭാഗം മലയാളി വിദ്യാർത്ഥികൾ, നമ്മൾ അത് അംഗീകരിച്ചേ മതിയാകൂ, അത് അവിടുത്തെ മലയാളി സമാജമടക്കം സ്ഥിരീകരിക്കുന്നുമുണ്ട്. അവർക്കും നിരവധി കോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മലയാളി വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കേസുകൾ, അങ്ങനെ കുറേ കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. ഇത്തരത്തിൽ ഈ നൈജീരിയൻ സംഘങ്ങളുടെയൊക്കെ ഭാഗമായി ഒരിക്കൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് വിട്ടുപോരുക വളരെ ശ്രമകരമായിരിക്കും. അവർ ഭീഷണിപ്പെടുത്തി ഉറപ്പായും അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. ആത്യന്തികമായി തുടങ്ങുന്നത് പണത്തിന് വേണ്ടിയാണെങ്കിലും പിന്നീട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിദാരുണമായ സംഭവം. ഈ സോഴ്സ് കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ വിവിധ സേനകൾ നടത്തുന്നുണ്ട്. റിജിത്ത്, ശരി, ആ ലഹരിയുടെ വഴിക്ക് തടയിടേണ്ടതുണ്ട്. ഈ വിദ്യാർത്ഥികളൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. ആദ്യം ഒരു പ്രലോഭനത്തിൻ്റെ രീതിയിലൊക്കെയാണ് അവരതിൽ പെട്ടുപോകുന്നതെങ്കിൽ പിന്നീട് ഭീഷണിയൊക്കെ ഉണ്ടാകുന്നതിന് പിന്നാലെ അവർക്ക് ആ സംഘത്തിൽ നിന്ന് ഊരിപ്പോവാൻ കഴിയാത്ത നില ഉണ്ടാവുകയാണ്. അങ്ങനെ പെട്ടുപോകുന്ന കണ്ണികളുണ്ടെങ്കിൽ അവരെയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ പോലീസിന് മുമ്പിലേക്കൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. ആ ലഹരിക്കടത്തിൻ്റെ വഴി അറക്കുന്നത് വരെ നമുക്ക് പോരാട്ടം തുടരുകയും വേണം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുക.